നമുക്കിന്നൊരു ഒഴിച്ചുകറി തയ്യാറാക്കിയാലോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി രസമാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. വാളൻപുളി വെള്ളത്തിലേക്കിട്ട് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളൻപുളിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് മാറ്റി വയ്ക്കാം. ചട്ടി ചൂടാകുമ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊക്കെ നന്നായി ഒന്ന് മൂത്ത് തന്നെ കിട്ടണം. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി രസമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. മുളക് പൊടിയെല്ലാം നന്നായി തന്നെ മൂത്ത് കിട്ടണം. പുളി നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. മുളക് പൊടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി 2-3 മിനിറ്റ് നേരം നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയെല്ലാം നന്നായി ഒന്ന് വെന്ത് കിട്ടണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി രസമാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളി നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് കരടൊന്നും പോവാതെ നന്നായി ഒന്ന് കൈകൊണ്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. കരട് മാറ്റിയിട്ട് നമുക്ക് പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഈ കറി നന്നായി ഒന്ന് തിളച്ച് കിട്ടണം. ഇപ്പം നന്നായി ഒന്ന് തിളയ്ക്കാൻ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നേരം നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇത്രയും മതിയാകും. നമ്മുടെ രസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി രസമാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.